ഹലോ ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വീഡിയോയിൽ ഫ്രേസർ ഐസ്ലാൻഡ് ക്രീപ്പറിൽ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്, മുട്ടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂ വിരിഞ്ഞ് വരുമ്പം ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇതിൻ്റെ പൂക്കളൊക്കെ വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിയിൽ, അതായത് വേരിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന നോഡ് തൊട്ട് നന്നായിട്ട് മൂത്ത് നിൽക്കുന്ന സ്റ്റെമ്മിലെല്ലാം ഇതുപോലെ നിറയെ ബഡ്സ് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം നിങ്ങളുടെ ഐസ്ലാൻഡ് ക്രീപ്പറിൽ പൂക്കളുണ്ടായിട്ടില്ല, ഇതുപോലെ തന്നെ മൊട്ടുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ പ്ലാന്റ് മെച്ചുറായി കഴിയുമ്പം, അതായത് സ്റ്റെമ്മൊക്കെ ഏകദേശം ഈ ഒരു വലിപ്പം വെച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കളുണ്ടായിക്കോളും. അപ്പോൾ ഈ ഒരു ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ഈ മുട്ടിൻ്റെ വലിപ്പം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്തൊക്കെയാണ് മൊട്ടുകൾ ഉണ്ടായി വന്നത്. അതിന് ശേഷമാണ് വേരിനോടടുത്തുള്ള ഭാഗത്തേക്ക് മുട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ.